ഹായ്, I'm Manakha and I'm a traffic psychologist. സോ എന്താണ് ട്രാഫിക് സൈക്കോളജി എന്നുള്ളത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാഫിക് സെനേരിയോയിൽ നമ്മൾ മനുഷ്യന്മാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ച് വണ്ടികളുടെയും ചുറ്റുപാടുമുള്ള മറ്റ് വണ്ടികളുടെയും ഒക്കെ സ്വഭാവം എങ്ങനെയാണ് മാറുന്നതെന്നൊക്കെ നോക്കുന്നൊരു ഫീൽഡാണ് ട്രാഫിക് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ പ്രധാനമായിട്ട് 3 എലിമെൻറ്റ്സ് ആണുള്ളത്. ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വി ഹാവ് ഇൻഡിവിജ്വൽസ്. ആ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന സമയത്ത് അത് ഡ്രൈവേഴ്സ് ആവാം, പെഡസ്ട്രിയൻസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ സൈഡിലിരിക്കുന്ന പാസഞ്ചേഴ്സ് ആയിരിക്കാം, ആരുമാവാം. ആൻഡ് സെക്കൻഡ് സൈഡിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾസ് ആണ്. അത് ഏത് തരത്തിലുള്ള വെഹിക്കിളാവാം, ഷിപ്പാവാം, നമ്മൾ ഓടിക്കുന്ന കാറാവാം, ബസ്സാവാം, 2 വീലേഴ്സ് ആവാം, എന്തുമാവാം. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഹ്യൂമൻ ഫാക്ടർ എർഗണോമിക്സുമായിട്ട് നമ്മളെ ഫിസിയോളജിയുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, നമുക്ക് കംഫർട്ടബിൾ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നൊരു ഏരിയ ആണത്. ആൻഡ് ഫൈനലി തേർഡ് സൈഡിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഡിസൈനാണ്. അതായത് റോഡ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന ബിൽഡിങ്സോ ബിൽ ബോർഡ്സോ കാര്യങ്ങളോ ഒക്കെ ആവാം. ഇങ്ങനെ 3 കാര്യങ്ങളും കൂടെ കമ്പൈൻഡ് ആയിട്ട് അതിൻ്റെയൊക്കെ റിസർച്ചും പിന്നെ അതുപോലെ എങ്ങനെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം, എങ്ങനെ അത് കൂടുതൽ സേഫർ ആൻഡ് എൻജോയബിൾ ആക്കാം എന്നൊക്കെ നോക്കുന്നൊരു ഫീൽഡാണ് ട്രാഫിക് സൈക്കോളജി.